ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അവിടെ ടെൻ്റാണ്, കക്കൂസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ടെൻറ്റ്. ആ ടെൻറ്റിൻ്റെ അകത്ത് കാര്യം സാധിച്ചോളെ. ടെൻറ്റിൻ്റെ അകത്ത് നമ്മൾ ഒരു വെള്ളം നമ്മൾ ചൂടാക്കിയിട്ടാണ് വെള്ളം, ആ വെള്ളം നമ്മളെ കാര്യം കഴിയുമ്പോഴേക്കില്ല ആ വെള്ളത്തിന് നമുക്ക് തൊടാൻ പറ്റും. ഇവിടെ ഒരു 3 മാസം സർവീസ് ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്സ്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാർ പലരും ഉണ്ടായിട്ടുണ്ട് പോലും. ഞാൻ ഗുരുവായൂരായാലും ശരി, ഗുരുവായൂർ വരെ എൻ്റെ മക്കളെപ്പുറം ഗുരുവായൂർ പോകും, അല്ലെങ്കിൽ ഇവിടെ പോകും, എല്ലാ സ്ഥലത്തും ഗുരുവായൂർ പോകും. ഈ ഷൂ ഈ ധരിക്കാണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ല. അടുത്ത എനിക്ക് വെച്ചാൽ ഞാൻ വീഴും. അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ട് വളരെ ദുഃഖമുണ്ട്. ഞാൻ ഇവിടെ നിങ്ങൾ അതിൻ്റെ മുകളിൽ ഷൂവിൻ്റെ മുകളിൽ സോക്സ് ഇട്ടിട്ട് കയറിക്കോളി എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു ദൈവത്തിന് ഇന്ന മനസ്സിൽ ഇത് കാണാം. ഞാനും എനിക്ക് ഇവിടെ ഇരുന്നാലും ദൈവത്തിനെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറയും. നിങ്ങൾ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചാലും ഞാൻ പുറമേ നിന്ന് പ്രാർത്ഥിച്ചാലും തുല്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി അങ്ങനെ തന്നെയാണ്. പിന്നെ 1-2 ചില സ്ഥലങ്ങളിൽ പറയും, ചില ഈ പല എൻ്റെ സുഹൃത്തുക്കളെ വീട്ടിൽ പോയിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചിലർക്കുണ്ടല്ലോ നമ്മൾ പുറത്തിരിക്കുന്ന പല സ്ഥലത്തും പോകുന്ന ഷൂ അല്ലേ, അപ്പോൾ ചില ഓരോ ചിന്താഗതികളാണ്, നിങ്ങൾ ഷൂ അവിടെ പൂജാമുറി അങ്ങോട്ട് വരണ്ട, അല്ലെ ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ അതൊക്കെ അത്തരം അനുഭവങ്ങൾ ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ടൗണിലുള്ള കോഴിക്കോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പൂജാമുറിയാണ് സാറ്, ഷൂ അയച്ചിട്ട് കയറിയാൽ മതി. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പുറത്ത് ഇറങ്ങിയോളാം.